ജെറുസലേമിലുള്ള ചരിത്രപ്രസിദ്ധമായ സിറ്റി ഓഫ് ഡേവിഡ് പ്രദേശത്ത് പുരാതനമായ കണ്ടെത്തൽ. ഒന്നാം ജെറുസലേം ദേവാലയത്തിന്റെ കാലഘട്ടത്തോളം പഴക്കമുള്ള കൂറ്റൻ പ്രതിരോധ മതിലോ അണക്കെട്ടിന്റെ ഭാഗമോ ആയ നിർമ്മിതിയാണിതെന്ന് പുരാവസ്തു ഗവേഷകർ സ്ഥിരീകരിച്ചു. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ പരാമർശിക്കുന്ന സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഈ നിർമ്മിതി ഉണ്ടായതെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിറ്റി ഓഫ് ഡേവിഡിനെ ടെമ്പിൾ മൗണ്ടുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന. ജെറുസലേം നഗരത്തെ 2 ഭാഗങ്ങളായി വേർതിരിക്കുന്ന ഒരു വലിയ കിടങ്ങ് പോലെയാണ് ഈ നിർമ്മിതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നഗരത്തിന്റെ സുരക്ഷയ്ക്കായി പണി കഴിപ്പിച്ചതായാണ് ഗവേഷകർ പറയുന്നത്. പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് ഖനനം നടത്തിവരുന്നു. ഇതിന്റെ യഥാർത്ഥ കാലഘട്ടം നിശ്ചയിക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പുതിയ പഠനമാണ് ഇതിന് 3000 വർഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയത്. അതായത് ബൈബിളിൽ പരാമർശിക്കുന്ന സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഈ നിർമ്മിതി ഉണ്ടായതെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 2-ാം ദിനവൃത്താന്തം പുസ്തകത്തിൽ ഊസിയ രാജാവ് പണികഴിപ്പിച്ചതായി പറയുന്ന ഗോപുരങ്ങളുടെയും നഗരമതിലിന്റെയും ഭാഗങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. BC 586 ബാബിലോണിയൻ സൈന്യം ജെറുസലേമിനെ നശിപ്പിച്ചതിന്റെ തെളിവുകളും ഖനന സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കത്തിനശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അക്കാലത്തെ യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. 150 വർഷത്തിലേറെയായി ജെറുസലേമിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായ കണ്ടെത്തലുകളിൽ ഒന്നാണിതെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെടുന്നു. ബൈബിളിലെ വിവരണങ്ങൾ ശരിയെന്ന് വയ്ക്കുന്ന തെളിവുകളാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ ഗവേഷകർ പറഞ്ഞു. പുരാതന ജെറുസലേമിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലേക്കും അക്കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യത്തിലേക്കും വെളിച്ചം വീശുന്നതാണ് ഈ കണ്ടെത്തൽ.